ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യൽ ഫ്രണ്ട്ലി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹെർബർട്ട് സ്പെൻസറെ പറ്റിയാണ്. 1820 1903 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. മനഃശാസ്ത്രജ്ഞൻ, ജീവശാസ്ത്രജ്ഞൻ, സാമൂഹ്യശാസ്ത്രജ്ഞൻ, നരവംശശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു ഇംഗ്ലീഷ് പോളിമത്തായിരുന്നു അദ്ദേഹം. 1850 ആയപ്പോഴേക്കും അദ്ദേഹം തൻ്റെ ആദ്യ പുസ്തകം സോഷ്യൽ സ്റ്റാറ്റിക്സ് പ്രസിദ്ധീകരിച്ചു. സ്പെൻസറുടെ കൃതികൾ വേഗത്തിൽ വിറ്റഴിക്കപ്പെടുകയും ഉയർന്ന ഡിമാൻഡുള്ളവയുമായിരുന്നു. ജീവശാസ്ത്രം, മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങി നിരവധി ഭൗതിക വിഷയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ അടിത്തറ പാകി. സമൂഹങ്ങൾ എങ്ങനെ മാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് സ്പെൻസർ പ്രാഥമികമായി ശ്രദ്ധിച്ചിരുന്നത്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഭാഗങ്ങൾ എന്തു ചെയ്യുന്നുവെന്നും അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സമൂഹങ്ങളെ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ശക്തികൾ എന്താണെന്നും മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. സ്പെൻസറുടെ മേജർ വർക്ക്സ്: സോഷ്യൽ സ്റ്റാറ്റിക്സ്, പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യോളജി, പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി, പ്രിൻസിപ്പിൾ ഓഫ് ബയോളജി, ദി സ്റ്റഡി ഓഫ് സോഷ്യോളജി. അദ്ദേഹത്തിൻ്റെ മേജർ തിയറീസാണ് ഇനി പറയുന്നത് കേട്ടോ. നമുക്ക് ഓരോ തിയറിയും ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓർഗാനിക് അനോളജി, ഡിഫറൻഷ്യേഷൻ, സ്പെഷ്യലൈസേഷൻ, ഇൻ്റഗ്രേഷൻ, മിലിറ്റൻ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, സോഷ്യൽ ഡാർവിനിസം, തിയറി ഓഫ് എവല്യൂഷൻ, സോഷ്യൽ സിസ്റ്റം ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയുമാണ് ഹെർബർട്ട് സ്പെൻസറുടെ മേജർ തിയറീസിൽ വരുന്നത്. അടുത്ത ടോപ്പിക്: സ്പെൻസറുടെ ശാസ്ത്രീയ രീതി. അന്വേഷണ പ്രക്രിയയിൽ അന്വേഷകൻ്റെ പങ്കായ വസ്തുനിഷ്ഠതയുടെ പ്രശ്നത്തെക്കുറിച്ച് സ്പെൻസറിന് അറിയാമായിരുന്നു. അതിനാൽ പക്ഷപാതങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും മുക്തമാവാൻ ബോധപൂർവം ശ്രമം നടത്താൻ സ്പെൻസർ നിർദ്ദേശിച്ചു. തൻ്റെ കൃതിയായ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജിയിൽ അദ്ദേഹം സാമൂഹികശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യുകയും സാമൂഹ്യശാസ്ത്രജ്ഞർ അഭിമുഖീകരിക്കുന്ന പക്ഷപാതത്തിൻ്റെ ഉറവിടങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്തു. സ്പെൻസർ വിജ്ഞാനത്തിൻ്റെ ഒരു സോഷ്യോളജിയും സോഷ്യൽ സയൻസിൻ്റെ അന്വേഷണത്തിൻ്റെ ചില പാരാമീറ്ററുകളും വികസിപ്പിച്ചെടുത്തു. അത് അദ്ദേഹത്തെ വിജ്ഞാനത്തിൻ്റെ സോഷ്യോളജിയുടെ ആദ്യകാല സ്ഥാപകരിലാക്കി മാറ്റി. സോഷ്യൽ എവല്യൂഷൻ. ഹെർബർട്ട് സ്പെൻസർ ഈ വിഷയത്തെപ്പറ്റി വിപുലമായി എഴുതി. എന്നാൽ സോഷ്യോളജി എന്താണ് എന്നതിനെക്കുറിച്ച് സമഗ്രമായ വിശദീകരണം അദ്ദേഹം നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ പ്രോസസ്സ് അദ്വിതീയമാണ്. അതിനാൽ ഒരു ശാസ്ത്രം എന്ന നിലയിൽ സാമൂഹ്യശാസ്ത്ര പരിണാമത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ വിശദീകരിച്ച് പരിണാമ നിയമങ്ങൾ പ്രയോഗിച്ച് സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. കോംറ്റെ, ഡർക്കിം, കാൾ മാർക്സ് എന്നിവർ സ്പെൻസറെ പോലെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യക്തി, ജീവികൾ, മനുഷ്യൻ്റെ ബുദ്ധി, സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവയുടെ പരിണാമത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഹെർബർട്ട് സ്പെൻസർ പരിണാമം മനസ്സിലാക്കിയത് പൊതുവെ സാമൂഹിക പരിണാമത്തിൽ നിന്നും, പ്രത്യേകിച്ച് വ്യാവസായിക വിപ്ലവത്തിൽ നിന്നുള്ള പോസിറ്റീവ് പുരോഗതിയെ അടിസ്ഥാനമാക്കിയാണ്. സ്പെൻസർ പരിണാമത്തെ ലളിതമായതിൽ നിന്ന് സങ്കീർണമായ രൂപങ്ങളിലേക്കുള്ള ഒരു ചലനമായിട്ടാണ് വീക്ഷിച്ചിരുന്നത്. ഇതാണ് സ്പെൻസറുടെ സോഷ്യൽ എവല്യൂഷൻ തിയറി. പരിണാമത്തെക്കുറിച്ചുള്ള സ്പെൻസറിൻ്റെ സിദ്ധാന്തം രണ്ട് ഘട്ടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, ലളിതത്തിൽ നിന്ന് സങ്കീർണ സമൂഹത്തിലേക്കുള്ള മുന്നേറ്റം. രണ്ട്, മിലിറ്റൻ്റ് സമൂഹത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള മാറ്റം. ലളിതത്തിൽ നിന്ന് സംയുക്ത സമൂഹങ്ങളിലേക്കുള്ള പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരം സമൂഹങ്ങളെ കാണപ്പെടുന്നു. ഒന്ന്, സിമ്പിൾ സൊസൈറ്റി, ലളിതമായ സമൂഹം. ഈ സമൂഹങ്ങൾ പ്രധാനമായും ചെറുതും നാടോടികളുമായിരിക്കും. സ്ഥിരമായ ബന്ധങ്ങളുടെ അഭാവം ഇത്തരം സമൂഹങ്ങളുടെ പ്രത്യേകതയാണ്. അവർക്ക് വ്യത്യസ്ത പ്രത്യേക സംയോജനം എന്നിവ കുറവായിരിക്കും. ഇതാണ് ലളിത സമൂഹം. രണ്ടാമത്തേത് കോമ്പൗണ്ട് സൊസൈറ്റി, അതായത് സംയുക്ത സമൂഹം. 2 അതിലധികമോ ലളിത സൊസൈറ്റികൾ കൂടിയതാണ് സംയുക്ത സമൂഹം. ഭൂരിപക്ഷം പേരും ഇടയന്മാരാണെങ്കിലും പ്രധാനമായും കുടിയേറി പാർത്ത കാർഷിക സമൂഹങ്ങളുമായിരിക്കും സംയുക്ത സമൂഹത്തിൽ കാണപ്പെടുക. അടുത്തത് മൂന്നാമത്തേത് ഇരട്ട സംയുക്ത സമൂഹം, ഡബിൾ കോമ്പൗണ്ട് സൊസൈറ്റി. ഇതിൽ കൂടുതൽ വലുതും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടായിരിക്കും. കൂടാതെ ഒരു മതശ്രേണി, കർക്കശമായ ജാതി വ്യവസ്ഥയും ഇത്തരക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ സങ്കീർണമായ തൊഴിൽ വിഭജനം ആ കൂട്ടർക്കിടയിൽ നിലനിന്നിരുന്നു. 4, ട്രിപ്പിളി കോമ്പൗണ്ട് സൊസൈറ്റികൾ. അസീറിയൻ സാമ്രാജ്യം, ആധുനിക ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, റഷ്യ തുടങ്ങിയ മഹത്തായ പരിഷ്കൃത രാഷ്ട്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അവരുടെ സ്വഭാവ സവിശേഷതകൾ വിശദമായി പ്രതിപാദിക്കുന്നൊന്നുമില്ല.
അവയുടെ മൊത്തത്തിലുള്ള വലിപ്പം, സങ്കീർണത, തൊഴിൽ വിഭജനം, ജനകീയ സാന്ദ്രത, സംയോജനം, പൊതു സാംസ്കാരിക സങ്കീർണത എന്നിവയിലേക്കാണ് സ്പെൻസർ വിരൽ ചൂണ്ടുന്നത്. സ്പെൻസർ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരം സമൂഹങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു: മിലിറ്റൻ്റ് സൊസൈറ്റി, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ആക്രമണാത്മകവും പ്രതിരോധവുമായ സൈനിക പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് മിലിറ്റൻ്റ് സൊസൈറ്റി. മനുഷ്യബന്ധങ്ങൾക്ക് നിർബന്ധിത സഹകരണമായിരിക്കും ഉണ്ടായിരിക്കുക. പുരാണങ്ങളും വിശ്വാസങ്ങളും സമൂഹത്തിൻ്റെ ശ്രേണി സ്വഭാവത്തെ സ്ഥിരീകരിക്കുന്നു. ഇത്തരം സമൂഹത്തിൽ കർക്കശമായ അച്ചടക്കം ഉണ്ടാകും. മറ്റേത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. സൈനിക സംഘടനയും പ്രവർത്തനങ്ങളും ഒരു വ്യാവസായിക സമൂഹത്തിൻ്റെ പരിധിയിലാണ്. അത്തരം സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ക്ഷേമത്തിനും ഉൽപ്പാദനക്ഷമതയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത്തരം സമൂഹത്തിൽ സ്വതന്ത്ര അസോസിയേഷനുകളും സ്ഥാപനങ്ങളും പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നു. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ സന്നദ്ധ സഹകരണം ഉണ്ടായിരിക്കും. വികേന്ദ്രീകൃത ഘടനയായിരിക്കും ഇവിടെ ഉണ്ടാവുക. വികസിതവും സുസ്ഥിരവുമായ സംവിധാനമായിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് സൊസൈറ്റിയെ പറ്റും സ്പെൻസർ തൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നത് സമൂഹത്തിൻ്റെ ഭൂരിഭാഗം ഉൽപ്പാദനത്തിനും മനുഷ്യക്ഷേമത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഭാഗമാണ്. സ്വതന്ത്ര അസോസിയേഷനും സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. മിലിറ്റൻ്റ് സൊസൈറ്റി എന്നത് നിർബന്ധിത സഹകരണമായിരിക്കും അവിടെ ഉണ്ടാവുക. ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അവിടെ വ്യക്തികൾ ഉണ്ടാവുക. ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടായിരിക്കും അവിടെ. അതേപോലെ അവർക്ക് രാജ്യസ്നേഹം ഉണ്ടായിരിക്കും. അധികാരത്തിലുള്ള ഒരുപാട് വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ഭയങ്കര നിയന്ത്രണവും ആധിപത്യവുമായിരിക്കും ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആകുമ്പോൾ സന്നദ്ധ സഹകരണവും വ്യക്തികളുടെ അവകാശങ്ങളും ദൃഢമായ അംഗീകാരം ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യം, ബഹുമാനം, വ്യക്തിഗത സംരംഭങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് വികസിതവും സുസ്ഥിരവുമായിട്ടൊരു സംവിധാനമായിരിക്കും. മിലിറ്റൻ്റ് എന്നത് മിലിറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ മിലിറ്ററിയിലൊക്കെ എങ്ങനെയായിരിക്കും, അവിടെ നിങ്ങൾ പട്ടാളച്ചിട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. അടുത്തത് ഡിഫറൻറ്റിയേഷൻ, സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. സ്പെൻസർ പറയുന്നതിനനുസരിച്ച് പരിണാമത്തിൽ 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു: വ്യത്യാസം, സ്പെഷ്യലൈസേഷൻ, ഏകീകരണം. അതായത് ഡിഫറൻറ്റിയേഷൻ, സ്പെഷ്യലൈസേഷൻ, ഇൻ്റഗ്രേഷൻ. സങ്കീർണ ജീവികൾക്ക് അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇത് സംബന്ധിച്ച് സ്പെൻസർ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന തത്വം. ഇവയുടെ സങ്കീർണത എന്നത് ഘടനയിലും പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പം നമ്മൾ മനുഷ്യശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളും ഘടനയിലൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഇതെല്ലാം കൂടി ഏകീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അമീബയെ പോലുള്ള ജീവികൾക്ക് ഏകകോശ ജീവിയാണ്. അതുകൊണ്ട് അമീബയ്ക്ക് സംയോജനം ആവശ്യമില്ല, സംയോജിപ്പിക്കാൻ ഒന്നുമില്ല. അതേസമയം മനുഷ്യ ശരീരം ഒന്നിലധികം അവയവങ്ങളും അതിൻ്റെ പ്രത്യേക ചുമതലകളുമുള്ള ഒരു സംവിധാനമാണ്. അതിനാൽ ആ ഒരു സിസ്റ്റം നിലനിർത്തുന്നതിന് സംയോജനം ആവശ്യമാണ് എന്നാണ് ഇതിലൂടെ സ്പെൻസർ പറയുന്നത്. ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്